ഇവിടെ വെക്കുക. അതിന് ശേഷം നമ്മൾ 2 വിരൽ ഇവിടെ ഒരു ഗ്യാപ്പിനുള്ളത് ഉണ്ടാവണം, കുറച്ച് ലൂസ് ഉണ്ടാവണം. പിന്നെ ഈ കഴുത്ത് എങ്ങോട്ടും പോകില്ല, ഈ നൃത്തം അവിടെ നിൽക്കും ചെയ്യും. നമ്മളെ കഴുത്ത് സ്റ്റഡി ആകുമ്പോൾ നമ്മളെ വേദനയ്ക്ക് കുറേശ്ശെ അങ്ങനെ മാറ്റങ്ങൾ വരും ചെയ്യും കേട്ടോ. പിന്നെ ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് ആയിട്ടല്ല, ഡെയിലി ചെയ്യുന്ന വ്ളോഗൊന്നും ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാനെൻ്റെ ഒരു അസുഖത്തിൻ്റെ വിവരങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ചില കൂട്ടുകാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ പെരടി വേദനയെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അസുഖമായത് കാരണമാണ് ഞാനിപ്പോൾ വീഡിയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനിരിക്കാത്ത ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വ്ളോഗിൽ നിന്ന് കുറച്ചിട്ട് ഒഴിവാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഞാൻ ഇപ്പം ഇന്ന് പറയേണ്ടത് എന്തായാലും നല്ല ആ വിവരങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗമായിട്ട് നല്ല കടച്ചിൽ വേദനയൊക്കെ, ജോലികളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പോൾ കുറേ മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇത് എന്നേ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിലേറെയൊക്കെ ആയിട്ടുണ്ടാവും ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പല ഡോക്ടർമാരെ കാട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ നീർക്കെട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു 6 7 തവണ അവിടെ ഇഞ്ചക്ഷനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് വെക്കുന്ന സമയത്ത് ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസം ഒരു കുറവുണ്ടാവും എന്നല്ലാതെ പിന്നെ അത് പിന്നെ വേദന അങ്ങനെ അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അങ്ങനെ കൊണ്ടെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് ഈ വേദനകൾ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക തന്നെ ഒരു ഉള്ളിലൊരു ഭയം വന്നു തുടങ്ങി എന്ന് പറയാം. അതായിരിക്കാം ശരി. വർഷങ്ങളായല്ലോ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ കാണിച്ചെടുത്തിട്ട് മക്കളോടൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചെറിയ ആൾ പറഞ്ഞു, അമ്മ ഇവിടെ എന്താ ഒരു മുഴ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഒന്ന് പേടിയായി. ആദ്യം ചിന്തയിൽ പോയത് ക്യാൻസറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര കുറേ മുമ്പുള്ള വേദന, എനിക്ക് എന്താണെങ്കിലും ഇനി ഇതിൻ്റെ കാരണം ഒന്ന് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ഇനി അധികം മരുന്നൊന്നും വേണ്ടെങ്കിൽ എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാലും നമുക്കൊരു MRI ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുമ്പത്തെ തവണയും ഡോക്ടർമാരുടെ അടുത്ത് അങ്ങനെ പോകുമ്പോൾ നമ്മൾ നാടൻ മരുന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നുണ്ടല്ലോ, അത് കഴിച്ചിട്ടുണ്ട്, ഹോമിയോ കഴിച്ചിട്ടുണ്ട്, ഏതുമാർക്ക് അലോപ്പതി ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ MRI ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ MRIൻ്റെ പക്കത്തിൻ്റെ എത്തുമ്പോഴേക്കും ഞാൻ എൻ്റെ മരുന്ന് കൂടിയാണ് നിർത്തും. അതായിരുന്നു വാസ്തവം. എന്തായാലും ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യപ്രകാരം എന്ന് പറയാം, വേഗം തന്നെ MRI ഞാൻ പറഞ്ഞു, മരുന്ന് ഞാൻ കഴിക്കണം, ഇത് എന്താ അറിഞ്ഞിട്ടുള്ളൂ ഇനി ഞാൻ കഴിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ MRI ചെയ്തു. അപ്പോൾ ആ റിസൾട്ടും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, അത് ഞാനിതിൽ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഡോക്ടർ ആ വോയിസ് ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. സുഷുമ്ന നാഡി, സ്പൈനൽ കോഡ്, ഇതിൻ്റെ ഉള്ളിലൂടെയാണ് അത് ഇറങ്ങി വരുന്നത്. നട്ടെല്ലിൻ്റെ നട്ടെല്ലുകളുടെ ഉള്ളിലൂടെ. അപ്പോൾ ആ സ്പൈനൽ കോഡിന് ഈ വെള്ള നിറത്തിൽ കാണുന്ന അതിൻ്റെ കവറിങ്ങാണ്. കവറിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ദ്രാവകമാണ്, മനസ്സിലായോ? ആ സ്പൈനൽ കോഡിലേക്ക് ഈ നട്ടെല്ലുകളുടെ ഇടയിലുള്ള ഡിസ്ക് വൾജായിട്ട് മുട്ടി നിൽക്കുക. ഇത് മുട്ടി നിൽക്കുന്നത് കണ്ടില്ലേ? ഇല്ലേ? അതേപോലെ ഇതും ചെറുതായിട്ട് ഇങ്ങനെ തുടക്കമുണ്ട്. പ്രധാനമായിട്ട് ഈ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റാണ്. ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്, ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഷോൾഡർ പെയിന് എങ്ങനെ ഇപ്പോൾ ഈ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ആവണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നമ്മളെ നട്ടെല്ല് തുടങ്ങുന്നത് ഇവിടെ മുതലാണല്ലോ. അപ്പോൾ ആ തുടക്കത്തിൻ്റെ അവിടുത്തെ ആ ഡിസ്കിനാണ് ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ആ വേദന ഇങ്ങോട്ട് ഇറങ്ങണത്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നമ്മളെ ബന്ധുക്കളുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് ഒക്കെ ഉള്ള പ്രശ്നമാണ് കേട്ടോ ഇത്. വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്കും നമ്മളെ ബന്ധുക്കൾക്ക് കുറേ ആൾക്കാർക്കുണ്ട് അങ്ങനത്തെ പ്രശ്നം. കുറേ മരുന്ന് കുടിക്കും, കുറച്ച് കുറവ് വരും വീണ്ടും അത്. അപ്പോൾ സംഭവം ഇത് ഡിസ്കിൻ്റെ ആണെന്ന് മനസ്സിലായി. എനിക്ക് മരുന്ന് എഴുതി തന്നു. മാത്രമല്ല മരുന്ന് കുടിച്ചിട്ടോ, മരുന്ന് കുടിക്കും കുറച്ച് മരുന്നൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ.
അതായത് നമ്മളൊരു രോഗിയാണ് എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ മനസ്സിലേക്ക് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു സുഖമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ എനിക്ക് തന്നത് പിന്നെ അതുപോലെ ഈ കോളർ ഉണ്ടല്ലോ, ഇതാണ് തന്നിട്ട്. ഇത് വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തുടക്കത്തിലാണ്. എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഇപ്പോൾ നമ്മളൊരു കണ്ടൻറ്റ് വെറുതെ കളയണ്ടല്ലോ എന്ന ഉദ്ദേശത്തിലാണ് ഞാനത് ചെയ്തത്. അതിന് ശേഷമാണ് പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കൂട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല സംഭവമാണ്. നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മരുന്ന് കുടിക്കുന്നതിനാലേറെ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. വെച്ച് കാണുമ്പോൾ എനിക്കും തന്നെ ഒരു മടിയായിരുന്നു. ഇത് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇത് വാങ്ങാൻ ഞാൻ മടിച്ചു. പിന്നെ രണ്ടാമത്തെ തവണ പോയപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ആ വേദന വരുന്ന സമയത്താണ് ഇതിൻ്റെ എടുത്തിട്ട് ഉണ്ടല്ലോ ഈ കുഴിഞ്ഞ് നിൽക്കണ ഈ ഭാഗം നമ്മളെ കഴുത്തിൻ്റെ ഈ ഭാഗത്തായി വരുന്ന രീതിയിൽ ഇതിവിടെ ഒരു ഒട്ടിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവം, ഒരു സ്റ്റിക്കറുണ്ട്. ഇതിവിടെ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് 2 വിരൽ ഇവിടെ കൊള്ളണ രീതിയിൽ വേണം, കുറഞ്ഞൊരു ലൂസായിട്ട് വേണം കേട്ടോ അത് ധരിക്കാൻ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പം എൻ്റെ വേദനയ്ക്ക് കുറച്ച് മാറ്റം വരാൻ തുടങ്ങിയത്. വേദന പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നത് മരുന്നുകൊണ്ടല്ല, അത് മരുന്ന് കൊണ്ടുള്ള മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴുത്ത് റെഡി ആയിട്ട് നിൽക്കും. ഇളക്കാനും ഇതിനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ ഇത് വെച്ചിട്ട് ജോലി ചെയ്യുന്നത് വീഡിയോ ഒക്കെ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ കഴുത്ത് ഇളക്കാൻ പറ്റാത്തത് കാരണം ഞാൻ ജോലി ചെയ്യാറില്ല. അതായത് നമ്മൾ ജോലികളൊക്കെ എല്ലാം ചെയ്യാമല്ലോ, എല്ലാ ജോലികളൊക്കെ ചെയ്യണോണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പ്രശ്നം. അപ്പോൾ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എത്രത്തോളം പണിയുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് അറിയില്ല. ഞാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം ഇവിടെ ഫ്രീ ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ബുദ്ധിമുട്ട് വരല്. അപ്പോൾ വീഡിയോ ലെങ്ത് ആവുകൊണ്ടോ എനിക്കറിയില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം നല്ലതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ട് വെച്ചെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് പോവുക. എന്നിട്ട് ഇത് എഴുതി തരികയാണെന്നുണ്ടെങ്കിൽ ഒരു മടിക്കണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ പെടലി എന്നൊക്കെ ഓർമ്മ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത് വെക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. ജോലി ചെയ്യാൻ ഇത് ഫ്രീ ടൈമിൽ ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരുവിധ സംശയങ്ങളൊക്കെ എല്ലാവരും തീർന്നെന്ന് വിചാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളിട്ടോ. അപ്പോൾ ഞാൻ റീപ്ലൈ തരുന്നതാവും. അപ്പോൾ കുറേ ദിവസമായി ഈ വീഡിയോ ഒന്ന് ചെയ്യുമോ, ഇപ്പോൾ പിന്നെ കോളറിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ എത്ര ദിവസം ചെയ്യാത്തതിന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.